കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസമാണ്. നമ്മളെ സംബന്ധിച്ച് വൻകിട പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് അല്ലെങ്കിൽ പൂർത്തീകരിച്ച് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നാടാണ് കേരളം എന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിന്ന് നമ്മൾ കാട്ടിക്കൊടുത്ത ദിവസമാണ്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നതാകട്ടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. ഇത് പൂർണ്ണമായും ഒരു സംസ്ഥാന പദ്ധതി തന്നെയാണ്. അത്ര വലിയ മുതൽ മുടക്കാണ് ഒരു സംസ്ഥാനം ഒരു വൻകിട തുറമുഖത്തിന്, അതായത് ലോകത്തെ തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള രാജ്യത്തെ ഒന്നാമത്തെ പോർട്ടായി മാറിയിരിക്കുന്നു, മദർ പോർട്ടായി മാറിയിരിക്കുന്നു. വളരെ സ്വാഭാവികമായ കപ്പൽ ചാലിൻ്റെ ആഴം, വളരെ പ്രകൃതിദത്തമായ ആഴം. മറ്റ് തുറമുഖങ്ങളൊക്കെ, വൻകിട പോർട്ടുകളൊക്കെ വർഷാവർഷം ഈ കപ്പൽ ചാലുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന തന്നെ അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഇത് വളരെ പ്രകൃതിദത്തമായ വലിയ ആഴത്തോടു കൂടിയ കപ്പൽ ചാലുകൾ, അതും തുറമുഖത്തേക്ക് തന്നെ വൻകിട കപ്പലുകൾക്ക് വന്നെത്താൻ കഴിയും വിധത്തിലേക്ക് അത് അനായാസേന പൂർണ്ണമായും തിരിക്കാനും അതിനനുസരിച്ചൊക്കെ കഴിയുന്ന വിധത്തിലുള്ള സവിശേഷതകളുള്ള വിഴിഞ്ഞം എന്ന ഈ അന്താരാഷ്ട്ര തുറമുഖം കേരള സംസ്ഥാന സർക്കാരിൻ്റെ വലിയ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്നു. അത് രാജ്യത്തിൻ്റെതായി മാറുന്നത്. അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിൻ്റെ വലിയ കാഴ്ചപ്പാടിരിക്കുന്നത്, വലിയൊരു നിരീക്ഷണം ഇരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ വികസന സാധ്യതകൾക്കുമേൽ തുറക്കുന്ന മഹാകവാടമാണ്, ഒരു തുറമുഖത്തിൻ്റെ കവാടം മാത്രമല്ല. അങ്ങനെ രാജ്യത്തിൻ്റെ മാറ്റത്തിനുതകുന്ന ഒരു പദ്ധതി കേരളം രൂപപ്പെടുത്തി അതിന് 60-70% മുടക്കി അത് സംസ്ഥാന പദ്ധതിയായി നിർത്തി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ തന്നെ എത്തിക്കുന്നു. അപ്പോഴും കേന്ദ്രത്തിൻ്റെ വിഹിതം എന്നത് ഇതിലില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഗൗരവമായ വശം. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നിലയിൽ വിഴിഞ്ഞം തുറമുഖം സവിശേഷതകളുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച്, ഭാവി കേരളത്തെ സംബന്ധിച്ച് അതിഗംഭീരമായ നിലയിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ ഉതകുന്നതുകൂടിയാണ്. ആ നിലയിൽ നമ്മളെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു ദിവസമാണ്. ആ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്ത സംസ്ഥാന സർക്കാരിൽ തുറമുഖ വകുപ്പ് കൈയാളുന്ന മന്ത്രി ശ്രീ വി.എൻ. വാസവനാണ് ഈ ചടങ്ങിന് ശേഷം ഇന്നിപ്പോൾ ഈവനിംഗ് ഡിബേറ്റിൽ നമ്മൾക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. അതുപോലെ മറ്റു ചില ആളുകളെയൊക്കെ നമ്മൾ ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മിനിസ്റ്റർ, സ്വാഗതം ഈവനിംഗ് ഡിബേറ്റിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഏറ്റവും മികച്ച, ഞാൻ ഈ സൂചിപ്പിച്ച വിധം മലയാളികൾ അഭിമാനകരമായി കാണുന്ന ആ പദ്ധതിയെ പൂർത്തീകരിച്ച് ഇങ്ങനൊരു ചടങ്ങിൽ കമ്മീഷനിംഗ് ഒക്കെ നടത്തി പൂർത്തീകരിച്ച് നിൽക്കുന്ന വകുപ്പിൻ്റെ മന്ത്രിയാണ്. സംസ്ഥാന സർക്കാരിനാകെ അഭിനന്ദനങ്ങൾ, വകുപ്പിനും മന്ത്രിക്ക് പ്രത്യേകിച്ചും. മിനിസ്റ്റർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ് ഏറെ ശ്രദ്ധിച്ചത്. രാജ്യത്തിൻ്റെ മഹാകവാടമാണ്, ഒരു തുറമുഖത്തിൻ്റെ കവാടം എന്ന നിലയ്ക്ക് മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇത് ഏതൊക്കെ തരത്തിലാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ചതായി മാറാൻ പോകുന്നത്? തുറമുഖ മന്ത്രി എന്ന നിലയിൽ എന്തു പറയും? ഒപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ ചടങ്ങ്? ആ ചടങ്ങിനെക്കുറിച്ചുള്ളൊരു വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ, സർക്കാരിൻ്റെ, സഹമന്ത്രിമാരുടെ, അവിടെ എത്തിയവരുടെ, അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ അഭിനന്ദനങ്ങൾ അടക്കം ഒരു റിവ്യൂ എങ്ങനെയുണ്ട് മന്ത്രിയെ സംബന്ധിച്ച് ആ ചടങ്ങടക്കം? ഒരു ചരിത്ര മുഹൂർത്തത്തിന് ആതിഥേയത്വം വഹിക്കാനും അത് ഏറ്റവും ഭംഗിയാക്കി മാറ്റാനും ഇടപെടാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ തന്നെ ഈ ചടങ്ങിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട് ജന്മം കൊണ്ടതിന് ശേഷം കേരളം 1956 നവംബർ 1 ജന്മമെടുത്തത്. ഐക്യ കേരളത്തിൽ നാളിതുവരെ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന ഇത്തരമൊരു ചടങ്ങ് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. ആ ചടങ്ങിലുള്ള സവിശേഷത ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള വലിയ രൂപത്തിലുള്ള വ്യവസായികളും വ്യാപാരികളും അതുപോലെ തന്നെ ബിസിനസ്മാന്മാരും ഒപ്പം പുരോഗതി കാക്ഷിക്കുന്ന ജനവിഭാഗങ്ങളുമെല്ലാം കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു പശ്ചാത്തലം വളർന്നു വന്നു എന്നുള്ളതാണ് അതിലേറെ ശ്രദ്ധേയമായ കാര്യം. അതാണ് ഒരു മഹാകവാടം തുടക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കാൻ ഇടവന്നത്. നാളിതുവരെ 75% ഇന്ത്യയിൽ എത്തിച്ചേർന്ന ചരക്കുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന കൊളംബോ തുറമുഖത്തിലും ദുബായ് തുറമുഖത്തിലും മറ്റ് സിംഗപ്പൂരിലുമൊക്കെയാണ്. ഇനി വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് മുഴുവൻ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മാരിടൈം സംവിധാനത്തിൻ്റെ രംഗത്ത് അഭിമാനകരമായൊരു സാഹചര്യം സൃഷ്ടിച്ച് സമുദ്ര വ്യാപാര മേഖലയിൽ നമ്മൾ മേൽക്കൈ നേടുകയാണ്. അതിന് കേരളമാണ് നേതൃത്വപരമായി പങ്കുവഹിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇവിടെ നമുക്ക് സവിശേഷതയാർന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, ഒന്ന്, അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഡിസ്റ്റൻസ് തുറമുഖത്തേക്കുള്ളത്. ഇങ്ങനൊരു തുറമുഖം മറ്റെവിടെയുമില്ല. 2,
പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും ഈ തുറമുഖത്തിനുണ്ട്. അതിലൊന്ന് 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ളത് കൊണ്ട്, അടിപ്പാറയായതുകൊണ്ട് ഡ്രഡ്ജിങ് കൂടാതെ ഏത് കൂറ്റൻ കപ്പലുകൾക്കും വന്നു പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് പ്രകൃതിദത്തമായ ആ സൗകര്യം. അതോടൊപ്പം തീരത്തോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ നടപ്പാക്കാൻ കപ്പലുകൾക്ക് കഴിയുന്ന രൂപത്തിലേക്ക് മാറിത്തീരുന്നു എന്നത് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായിട്ടുള്ള MSC അവരുടെ കൂറ്റൻ കപ്പലുകൾ ഇതിനോടകം തന്നെ കൊളംബോയിലോ ദുബായിലോ പോകാത്തത് പോലും കേരളത്തിൽ ഇപ്പോൾ വിഴിഞ്ഞത്തെത്തിച്ചിരിക്കുന്നു എന്നത് MSC ടർക്കി വന്നപ്പോൾ 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള ആ കൂറ്റൻ കപ്പൽ വന്നിട്ട് പോലും അനായാസം തുറമുഖത്തത് കൈകാര്യം ചെയ്ത് 24,346 കണ്ടെയ്നറുമായി ഇവിടെ എത്തിച്ചേർന്ന് ആ വലിയ ഷിപ്പ് മടങ്ങിപ്പോകുന്ന രംഗം നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പ്രതിവാര സർവീസിലേക്ക് ഈ കാര്യത്തിൽ MSC നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയുമുണ്ട്. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഇവിടുന്ന് ഇപ്പോൾ തന്നെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നറാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതനുസരിച്ച് ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് ഇപ്പോൾ തൂത്തുക്കുടിയിലായിരുന്നാലും വിശാഖപട്ടണത്തായിരുന്നാലും മുംബൈയിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും കൽക്കട്ടയിലായിരുന്നാലും എല്ലാം ഇവിടുന്നാണിപ്പോൾ നമ്മുടെ കണ്ടെയ്നർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഏഷ്യയിലെ വിവിധ മേഖലകളിലേക്ക് കണ്ടെയ്നർ പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വികസന ഭൂപടത്തിൽ വിസ്മയം തീർക്കുന്നു വിഴിഞ്ഞം എന്നതാണ് ഇതിലേറ്റവും രത്നച്ചുരുക്കത്തിൽ പറഞ്ഞാലുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ 2, 3, 4 ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി ഇപ്പോൾ 800 മീറ്റർ ബെർത്താണ് നമുക്കുള്ളതെങ്കിൽ 1200 മീറ്റർ ബെർത്ത് കൂടി കൂടുമ്പോഴേക്ക് 2000 മീറ്റർ ബെർത്താവും. അപ്പോൾ ഒരേ സമയം തന്നെ 1 ഡസനോളം കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യങ്ങൾ സാധ്യമാകുകയാണ്. മറ്റൊന്ന്, ഇപ്പം നമുക്ക് 3000 മീറ്റർ ബ്രേക്ക് വാട്ടറാണുള്ളത്. ആ ബ്രേക്ക് വാട്ടർ ഇനി 950 മീറ്റർ കൂടി വർദ്ധിപ്പിക്കുന്നതോടുകൂടി 2, 3, 4 ഘട്ടത്തിലെത്തുന്നതോടുകൂടി നമുക്ക് തിരമാലകളുടെ ഭീഷണി കപ്പൽ കയറി വരുന്നിടത്ത് ഉണ്ടാവാതെ നമുക്ക് ഏറ്റവും ഭദ്രമായി മാറുന്ന സാഹചര്യം സംജാതമാകും. ഇതുകൂടാതെ കൂടുതൽ യാർഡുകൾ ഉണ്ടാകുന്നു, കൂടുതൽ ക്രെയിനുകൾ ഉണ്ടാകുന്നു, കൂടുതൽ പശ്ചാത്തല സൗകര്യം ഉണ്ടാകുന്നു. ഒപ്പം ചരക്ക് ഗതാഗതം കരമാർഗം കൂടി പോകാൻ സഹായിക്കുന്ന തരത്തിലേക്കാണ് റെയിൽവേ കണക്ടിവിറ്റി നമ്മൾ ലക്ഷ്യമിടുന്നത്. ആ റെയിൽവേ കണക്ടിവിറ്റി 10.5 കിലോമീറ്റർ ബാലരാമപുരം വിഴിഞ്ഞം വരെ, അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. അതിന് DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങിക്കഴിഞ്ഞു. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 10 കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2028 അത് കമ്മീഷൻ ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നീങ്ങുന്നത്. മറ്റൊന്ന് റോഡ് കണക്ടിവിറ്റിയാണ്. NHയുമായി ബന്ധിപ്പിക്കുന്നതിന് താൽക്കാലികവും ശാശ്വതവുമായ പരിഹാരമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ താൽക്കാലിക പരിഹാരം ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. ശാശ്വതമായ പരിഹാരം ക്ലോവർ ലീഫ് ഉൾപ്പെടെ നിർമ്മിച്ച് നമുക്ക് നാളുകളിൽ ഔട്ടർ റിംഗ് റോഡും എല്ലാം വന്ന് ഈ മേഖലയുടെ വിപുലീകരണം സാധ്യമാക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ. അതാണ് പ്രധാനമായി നമ്മൾ റോഡ് കണക്ടിവിറ്റി ആയിട്ട് ആലോചിച്ചിട്ടുള്ളത്. ഇങ്ങനെ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും കൂടെ പൂർണ്ണതയിലെത്തുമ്പോൾ 2028 2, 3, 4 ഘട്ടങ്ങൾ കമ്മീഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ലോകരംഗത്ത് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് ആ തലത്തിൽ, ആഗോളതലത്തിൽ നിന്ന് വിഴിഞ്ഞത്തെ ഉറ്റുനോക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര കവാടം തുറന്ന് ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഇന്ന് സംജാതമായത്. അത് ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്.